എല്ലാവർക്കും നമസ്കാരം. എളുപ്പത്തിൽ നല്ല രുചിയുള്ളൊരു ചിക്കൻ മപ്പാസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പത്തിനും നെയ്ച്ചോറിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. നല്ല ചുവട് കട്ടിയുള്ള ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എരിവിന് 2-3 പച്ചമുളക് ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. സവാള നന്നായി വഴണ്ട് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. ഇനി ചെറിയ തീയിൽ ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ അതിലേക്ക് 250 ഗ്രാം അല്ലെങ്കിൽ 1/4 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ചതും കൂടി ചേർത്ത് 15 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അടിയിൽ പിടിക്കില്ല. കുറച്ച് വെള്ളമെല്ലാം ഇതിൽ നിന്ന് ഇറങ്ങി വന്നോളും. ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. നന്നായി വെന്ത് വന്നിട്ടുള്ള ഈ ചിക്കനിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചാറ് വേണം എന്നുള്ളവർക്ക് ഒരു മീഡിയം തിക്ക് കനത്തിലുള്ള തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് ഒരു മീഡിയം തിക്ക് കനത്തിലുള്ള തേങ്ങാപ്പാലാണ്. 2 കപ്പ് തേങ്ങ അല്ലെങ്കിൽ 1 മുറി തേങ്ങ എടുത്ത് അതിലേക്ക് ഒരു 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സിയിൽ അടിച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി 1/2 ടീസ്പൂൺ കടുകും 3-4 ചെറിയുള്ളി ചെറുതായി മുറിച്ചതും 2-3 പച്ചമുളക് ചെറുതായി മുറിച്ചതും കൂടി ചേർക്കാം. ഉള്ളി ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഓഫ് ചെയ്യാം. ഇതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് താളിച്ച് കറിയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. അധികം കട്ടിയില്ലാത്ത കറിയാണ് വേണ്ടവർക്ക് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്യാം. ടേസ്റ്റ് ബാലൻസിന് വേണ്ടി 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. അത് ഓപ്ഷണലാണ്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും അതുപോലെ നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.